ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെറും 3 ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനായി ഞാനിപ്പോൾ 250 കപ്പിന് 2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മെഷർമെൻറ്റ് കപ്പ് ഇല്ലെങ്കിൽ ഏതെങ്കിലും 500ൻ്റെ പാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒഴിച്ച് വയ്ക്കാവുന്നതാണ്. ഇനി അതിലേക്ക് 8 ടേബിൾ സ്പൂണോളം പഞ്ചസാര, 1 ടീസ്പൂണോളം വാനില എസൻസ്, 2 ടേബിൾ സ്പൂണോളം മൈദ എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ സ്പൂണിനാണ് എടുത്തിരിക്കുന്നത്. പാൽ തിളപ്പിക്കുന്നതിന് മുമ്പ് ഈ മൈദയിലേക്ക് കുറച്ച് പാലൊഴിച്ച് നമുക്കിതൊന്ന് നീട്ടിയെടുക്കാം. ഇത് നല്ലപോലെ ഇളക്കി അതിലെ കട്ടകളൊക്കെ മാറ്റണം. കുറച്ച് ലൂസായിട്ട് വേണം നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കാൻ. ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലെ കട്ടകളൊക്കെ നല്ലപോലെ ഉടഞ്ഞ് നല്ല ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് പാൽ ചൂടാക്കാൻ വയ്ക്കാം. ഇത് നല്ലപോലെ തിളച്ച് വരണം. എന്നിട്ടാണ് നമുക്ക് ആ മാറ്റി വെച്ചിരിക്കുന്ന മാവ് ഇതിനകത്തോട്ട് ഒഴിക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന 8 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അതിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ആ മിശ്രിതം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഇത് നല്ലപോലെ തിക്കാകുന്നവരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഇത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ച് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഇപ്പോൾ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഇനി ഇത് 2 മണിക്കൂറോളം ഫ്രിഡ്ജ് വയ്ക്കണം. ഇതൊന്ന് തണുത്ത ശേഷം നമുക്കിനി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി മിക്സിയിലിട്ട് ഇതൊന്ന് നല്ലപോലെ അടിച്ചെടുക്കാം. ഇതിപ്പം നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബദാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാവുന്നതാണ്. ഇത് ഒരു 8 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കണം. ഞാനിപ്പോൾ രാത്രിയാണ് ഉണ്ടാക്കി വയ്ക്കുന്നത്. അതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേനും ഇത് നല്ലപോലെ സെറ്റായി കിട്ടും. നമുക്കിനി അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് എടുക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐസ്ക്രീമാണിത്. അതുപോലെ തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. വാനില എസൻസ് കയ്യിലില്ലാത്തവർക്ക് ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങളിത് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.